وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരിശുദ്ധമായ റമളാനിൻ്റെ ദിനരാത്രങ്ങളിൽ നന്മകൾ വാരി കൂട്ടണമെന്ന ലക്ഷ്യത്തിലാണ് ഓരോ ഇബാദത്തുകളിലും നമ്മൾ പ്രവേശിക്കാറ്. ഇൽമിൻ്റെ സദസ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് നന്മകൾ നേടിയെടുക്കാൻ, നാളെ പരലോകത്ത് നന്മയുടെ തുലാസിൽ കനം തൂങ്ങാൻ കാരണീഭവിക്കുന്ന ഒരു സൽക്കർമ്മമാണ് എന്ന് ബോധമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ നിയ്യത്ത് നന്നാക്കിക്കൊണ്ട് ഈ ഒരു സദസ്സിലിരിക്കണേ എന്ന് ആമുഖമെന്നോണം ഉണർത്തുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയണമെന്നുള്ളതാണ്. പല ത്യാഗങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സഹിക്കുന്നതും, പല ബുദ്ധിമുട്ടുകൾ നമ്മൾ തരണം ചെയ്യാൻ നമുക്ക് പ്രചോദനമാകുന്നതും സ്വർഗം ലഭിക്കുമെന്ന ബോധമാണ്. യഥാർത്ഥത്തിൽ ആർക്കാണ് സ്വർഗം ലഭിക്കുക? പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത് വിശ്വാസത്തോടൊപ്പം സൽക്കർമ്മം കൈമുതലാക്കുന്നവർ ആരാണോ അവർക്കാണ് സ്വർഗമെന്നുള്ളതാണ്. സൂറത്ത് നിസാഇന്റെ 57-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തി, വല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് സനുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തിൽ അവരെ നാം പ്രവേശിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യമാകേണ്ടത് മുസ്ലിമായി കൊണ്ടല്ലാതെ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നൊരു സാഹചര്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകരുത് എന്നാണ്. നമ്മളൊക്കെ ഖുതുബകളിൽ പൊതുവെ കേൾക്കുന്ന ഒരായത്തുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം സൂക്ഷിച്ചു കൊള്ളുക, മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ വിട പറയരുത് എന്നാണ്. അതുകൊണ്ട് മുസ്ലിമായി ഈ ലോകത്ത് ജീവിക്കുകയും മുസ്ലിമായി കൊണ്ട് തന്നെ ഈ ലോകത്ത് നിന്ന് വിട പറയുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇസ്ലാമിനെ തകർക്കാൻ കാരണമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധം നമുക്ക് വേണം. ഇസ്ലാമിൽ നിലനിൽക്കാൻ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ആ വിഷയത്തിൽ ശ്രദ്ധയുണ്ടാകുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് നമ്മൾ പുറത്തു പോകുന്നത് എന്നും ജാഗ്രതയോടുകൂടി ഞാനും നിങ്ങളും അറിഞ്ഞിരിക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിശ്വാസികളുടെ സ്വഭാവത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശ്വാസത്തിൽ നിന്ന് മനുഷ്യർ വ്യതിചലിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഉണർത്തി തന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ കുറ്റവാളികളുടെ സ്വഭാവങ്ങളെക്കുറിച്ചും അവരുടെ പാതയെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് അത്തരത്തിൽ അവരുടെ പാതയെക്കുറിച്ച് നമുക്ക് വിവരിച്ചു തരുന്നത് എന്ന് സൂറത്തു അൻആമിന്റെ 55-ാമത്തെ വചനത്തിൽ നമ്മെ ഉണർത്തുന്നത് കാണാൻ കഴിയും. വകദാലിക നുഫസ്സിലുൽ ആയാത്ത് വലിതസ്തബീന സബീലുൽ മുജ്രിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അപ്രകാരം നാം തെളിവുകൾ വിശദീകരിച്ചു തരുന്നു, കുറ്റവാളികളുടെ മാർഗം വ്യക്തമായി വേർതിരിഞ്ഞ് കാണുവാൻ വേണ്ടിയാണ് അത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ.
ഇത് വിശദീകരിക്കവേ മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഫഇന്ന സബീലൽ മുജ്രിമീൻ ഇദസ്തബാനത് വത്തളഹത് അംകന ഇജ്തിനാബുഹാ. ഒരു മനുഷ്യന് വഴിപിഴച്ചവരുടെ പാത ഏതാണ് എന്ന് വ്യക്തമായാൽ, ഒരു മനുഷ്യൻ വഴിപിഴവിലാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലായാൽ അവൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വിഷയത്തെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പൊതുവിൽ ഫിഖഹിൻ്റെ കിതാബുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ റിദ്ദത്ത്, മതത്തിൽ നിന്ന് പുറത്തു പോകുന്നതുമായി ബന്ധപ്പെട്ട അവർക്കുള്ള വിധികൾ പറയുന്ന കൂട്ടത്തിൽ അസ്ബാബു റിദ്ദ, മുർത്തദ്ദായി പോകാനുള്ള കാരണങ്ങൾ എന്ന നിലക്കാണ് ഇത്തരം മതത്തിൽ നിന്ന് ആളുകൾ പുറത്തു പോകാനുള്ള കാര്യങ്ങൾ വിവരിച്ച് കാണാറുള്ളത്. എന്നാൽ മഹാനായ ഷെയ്ഖുൽ മുജദ്ദിദ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കൃതിയുണ്ട്, നവാഖിദുൽ ഇസ്ലാം എന്നാണ് ആ കൃതിക്ക് അദ്ദേഹം പേര് നൽകിയിരിക്കുന്നത്. ഇസ്ലാമിൽ നിന്ന് ആളുകൾ പുറത്തു പോകുന്ന പ്രധാനപ്പെട്ട 10 കാര്യമാണ് ആ കൃതിയിൽ ഷെയ്ഖ് നമ്മെ ഉണർത്തുന്നത് എന്ന് കാണാൻ കഴിയും. എന്തുകൊണ്ട് അദ്ദേഹം ആ പേര് സ്വീകരിച്ചു? പൊതുവെ പണ്ഡിതന്മാർ അസ്ബാബു റിദ്ദ, മുർത്തദാകാനുള്ള കാരണങ്ങൾ എന്ന പേരിലാണ് ഈ കാര്യങ്ങൾ വിവരിച്ചു പറയാറുള്ളത്. ഷെയ്ഖ് എന്തുകൊണ്ട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി നവാഖിദുൽ ഇസ്ലാം, ഇസ്ലാമിനെ മുറിച്ച് കളയുന്ന കാര്യങ്ങളെന്ന് ഇതിനെ പേര് വെച്ചു എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നത് കാണാൻ കഴിയും. ഇപ്പം നമ്മളൊക്കെ ഈ നവാഖിദ് എന്നുള്ള പദം കേട്ടിട്ടുണ്ടാവുക ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടാണ് അല്ലേ? വുളൂവുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടാവും. വുളൂവിനെ മുറിച്ച് കളയുന്ന കാര്യങ്ങൾ, അവിടെ നവാഖിദുൽ വുളൂ എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പം അതുപോലെ എന്താണ് നവാഖിദുൽ ഇസ്ലാം എന്നൊരു പേര് സ്വീകരിക്കാനുള്ള കാരണം? ഇതിന് പണ്ഡിതന്മാർ നൽകിയൊരു വിശദീകരണമുണ്ട്. ഒരു മനുഷ്യൻ്റെ ബാഹ്യമായ ശുദ്ധീകരണമാണ് യഥാർത്ഥത്തിൽ അവൻ്റെ ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധീകരിക്കുന്ന കുളിയിലൂടെയും അതുപോലെ വുളൂയിലൂടെയും സംഭവിക്കുന്നത്. എന്നാൽ ഒരു മനുഷ്യൻ്റെ ആന്തരികമായ ശുദ്ധീകരണം എങ്ങനെയാണ് സംഭവിക്കുന്നത്? തൗഹീദിലേക്ക് അവൻ കടന്നു വരുമ്പോൾ, അവൻ്റെ വിശ്വാസം ശരിയാകുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ആന്തരികമായ ശുദ്ധീകരണം സംഭവിക്കുന്നത്. ഷെയ്ഖ് ഈ കിതാബിൽ എണ്ണി പറയുന്ന കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവൻ്റെ ആന്തരികമായ ശുദ്ധി ഇല്ലാതെയായി തീരുന്നു. ആ ശുദ്ധി അവനക്ക് നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് നവാഖിൽ എന്ന പദം അവിടെ ഉപയോഗിച്ചത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നത് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം വിവരിക്കുന്ന 10 നവാഖിദുകളൊന്ന് ഓടിച്ച് അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമൊന്ന് വിശദീകരിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 10 കാര്യം മാത്രമല്ല ആളുകൾ മതത്തിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകുന്നത്. എന്നാൽ പ്രധാനമായും ആളുകൾക്കിടയിൽ സംഭവിക്കുന്നതും കുറച്ച് ഗൗരവമുള്ളതുമായ 10 കാര്യമാണ് ഈ ഗ്രന്ഥത്തിൽ ഷെയ്ഖ് വിശദീകരിക്കുന്നത്. അതിലൊന്ന് അദ്ദേഹം പറയുന്നത് അശ്റുക്കു ഫി ഇബാദത്തില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിന് പങ്കു ചേർക്കുന്ന, പങ്കാളികളെ വെച്ചു കൊടുക്കുന്ന സ്വഭാവം ആളുകളിൽ കടന്നു വരുമ്പോൾ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് ഷെയ്ഖ് ഒന്നാമത് ഉണർത്തുന്നത് കാണാൻ കഴിയും. അല്ലെ, ഷിർക്കിൻ്റെ ഗൗരവം അതിനെക്കുറിച്ച് ബോധമുള്ളവരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞില്ലേ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരില്ല. മറ്റൊരിടത്ത് അള്ളാഹു പറഞ്ഞു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ആരെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ വല്ലതിനെയും പങ്കു ചേർത്താൽ അവൻക്ക് അള്ളാഹു സ്വർഗത്തെ നിഷിദ്ധമാക്കി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, വല്ലദീന കഫറു ലഹും നാറു ജഹന്നം ലാ യുഖ്ളാ അലൈഹിം ഫയമൂതു, സത്യനിഷേധികളാകുന്ന അള്ളാഹുവിൽ പങ്കു ചേർത്ത് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നരകമാണ് അവരുടെ സങ്കേതം, അതിൽ അവർ മരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. അതുകൊണ്ട് ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരിക എന്നത് നമ്മുടെ ഇസ്ലാമിനെ പൊളിച്ചു കളയുന്ന ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ശിർക്ക് എന്ന് ഞാനും നിങ്ങളും വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം നൽകേണ്ടുന്ന അള്ളാഹുവിൻ്റെ ഖസായിസുകളിൽ, പ്രത്യേകതകളിൽ, അതുപോലെ അള്ളാഹുവിന് ലഭിക്കേണ്ടുന്ന അവകാശങ്ങളിൽ, ഹക്കുകളിൽ മറ്റുള്ളവരെയും കൂടി പങ്കു ചേർക്കുന്നതിനെയാണ് ശിർക്ക് എന്ന് പറയുന്നത്. ഉദാഹരണം, അള്ളാഹു സുബ്ഹാനഹു വ തആലയോടാണ് നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ദുആ നടത്തേണ്ടത്. ആ പ്രാർത്ഥിക്കുന്നത് അള്ളാഹു അല്ലാത്ത മറ്റൊരാളോട് നടത്തിയാൽ അള്ളാഹുവിന് നൽകേണ്ടുന്ന ഹക്ക് മറ്റൊരാൾക്ക് കൊടുക്കലായി അത് ശിർക്കായി മാറും. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമുള്ള പ്രത്യേകതകളുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ലോകത്തെ നിയന്ത്രിക്കുന്നവൻ. അള്ളാഹു മാത്രമാണ് ലോകത്ത് മഴ പെയ്യിപ്പിക്കുന്നവൻ. അത് മറ്റുള്ളവർക്കുണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ അള്ളാഹുവിനുള്ള പ്രത്യേകത മറ്റുള്ളവർക്ക് വകവെച്ചു കൊടുക്കലായി. അത് അവൻ്റെ ജീവിതത്തിൽ ശിർക്ക് സംഭവിക്കലായി. ഇങ്ങനെയുള്ള ശിർക്ക് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ അവൻ ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്താണ് എന്നാണ് പണ്ഡിതന്മാർ നമ്മെ ഉണർത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് ദിവ്യ സന്ദേശം നൽകിയ ഒരു വിഷയം, പ്രവാചക താങ്കളോടും താങ്കൾക്ക് മുമ്പ് ഈ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർക്കും വഹി നൽകിയ വിഷയമാണ്. അവരുടെ ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചാലും ശരി, അവർ ചെയ്ത കർമ്മങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷ്ഫലമാക്കി കളയുമെന്നാണ്. അതുകൊണ്ട് ശിർക്കാണ് ഒന്നാമത് നമ്മൾ ഏറ്റവും ഗൗരവത്തിൽ പേടിക്കേണ്ടുന്ന കാര്യം. ആ വിഷയം ഒരു മനുഷ്യനെ മതത്തിൽ നിന്ന് പുറത്താക്കുന്നതാണ്. രണ്ടാമത് ശൈഖ് ഉണർത്തുന്നത് ശിർക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എങ്കിലും പൊതുവിൽ പല ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ടും ആളുകൾക്കിടയിൽ വ്യാപകമായൊരു വിഷയമാണ്. ശൈഖ് ഉണർത്തുകയാണ്, മൻ ജഅല ബൈനഹു വബൈനല്ലാഹി വസായിത യദ്ഉഹും വയസ്അലുഹും ശഫാഅത വയതവക്കലു അലൈഹിം കഫറ ഇജ്മാഅ. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കും അവൻക്കുമിടയിൽ ഒരു ഇടനിലക്കാരനെ വെക്കുകയും ആ ഇടനിലക്കാരനോട് പ്രാർത്ഥിക്കുകയും അവനോട് ശഫാഅത്തിന് എനിക്ക് വേണ്ടി അല്ലാഹുവോട് ശുപാർശ നടത്തണമെന്ന് തേടുകയും അവനിൽ ബരമേൽപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ അവനും ദീനിൽ നിന്ന് പുറത്താണ്, കാഫിറാണ് എന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ ഉണർത്തുകയാണ്. പലപ്പോഴും ശിർക്കിനെ ന്യായീകരിക്കാൻ പല ആളുകളും പറയുന്നൊരു ന്യായമാണ് ഇവിടെ ഷെയ്ഖ് ഉണർത്തുന്നത്. എന്തിനാ ഔലിയാക്കളെ വിളിച്ചു തേടുന്നത്, എന്തിനാ അമ്പിയാക്കളോട് പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആളുകൾ പറയാറുള്ള ഒരു ന്യായം, നമ്മൾ ധാരാളം തെറ്റ് ചെയ്യുന്ന ആളുകളാണല്ലോ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ സംഭവിക്കാറുണ്ടല്ലോ, നമ്മളെങ്ങനെ നേരിട്ട് അള്ളാഹുവോട് വിഷയം പറയും? അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്ത് അവതരിപ്പിക്കാൻ ഇടയിൽ നമുക്ക് പുണ്യവാന്മാരായ അമ്പിയാക്കളെ വെക്കാം, പുണ്യവാന്മാരായ സ്വാലിഹീങ്ങളെ വെക്കാം, പുണ്യവാന്മാരായ ഔലിയാക്കളെ വെക്കാമെന്ന് ഇവർ ന്യായം പറയുന്നത് കാണാൻ കഴിയും. ചരിത്രം പരിശോധിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനമായി കടന്നു ചെന്ന സമയത്ത് ആ നാട്ടിലെ ബഹുദൈവ വിശ്വാസികൾ വെച്ചിരുന്നൊരു ന്യായവും ഇത് തന്നെയായിരുന്നുവെന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അവരോട്, മക്കയിലെ ബഹുദൈവ ആരാധകരോട് അവർ എന്തിനാണ് ഇവരെ ആരാധിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു മറുപടി, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവരോട് പ്രാർത്ഥിക്കുന്നത്, ഇവരെ ആരാധിക്കുന്നത് എന്ന് ആ ബഹുദൈവ വിശ്വാസികൾ പറയുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് സുമറിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. സൂറത്ത് യൂനുസിൽ അവരുടെ മറ്റൊരു വാദം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തി, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പുറമെ അവർക്കൊരു ഉപകാരവും ചെയ്യാത്ത, ഒരു ഉപദ്രവവും ചെയ്യാത്ത പലതിനെയും അവർ ആരാധിക്കുന്നു. എന്നിട്ട് അവർ പറയുകയും ചെയ്യുന്നു, ഇവർ അള്ളാഹുവിൻ്റെ അടുത്ത് ഞങ്ങളുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള ശുപാർശകരാണ് എന്ന്. നഊദു ബില്ലാഹ്. ഈ വാദം ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ പോലും കടന്നു വന്നിട്ടുണ്ട് എന്നത് ഒരു ഖേദകരമായ വസ്തുതയാണ്. ഈ വാദത്തെക്കുറിച്ച് ഷെയ്ഖ് ഉണർത്തുകയാണ്, ഈ വാദം, ഈ ഒരു വിശ്വാസം ഒരാളിൽ ഉണ്ടായാൽ, അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവർക്ക് ആരാധനകൾ അർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ളത്. മൂന്നാമത് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഉണർത്തുന്നത് 3 കാര്യങ്ങളാണ്. അദ്ദേഹം പറയാൻ, മല്ലം യുകഫിരിൽ മുശ്രികീന ഔ ശക്ക ഫീ കുഫ്രിഹിം ഔ സഹഹ മദ്ഹബഹും കഫറ ഇജ്മാഅ. ഒരാൾ സത്യനിഷേധികളെ കുറിച്ച് അവർ കാഫിറുകളല്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ജൂത ക്രിസ്ത്യാനികൾ അവർ കാഫിറുകളല്ല എന്നൊരാൾ വാദിച്ചു എന്ന് കരുതുക, അല്ലെങ്കിലോ അവർ കാഫിറുകളാണ് എന്നതിൽ സംശയിച്ചു എന്ന് കരുതുക, അതല്ലെങ്കിൽ അവരുടെ ഇന്ന നിലപാടുകളൊക്കെ ശരിയാണ്, ഇപ്പൊ ത്രിയേകത്വം ആ വാദം ശരിയാണ് എന്നൊക്കെ ഒരാൾ വാദിച്ചാൽ ആ വാദിക്കുന്നതോടുകൂടി ഇവനും കാഫിറാകുന്നതാണ്.
നമ്മുടെ ഈമാനിൻ്റെ, നമ്മൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ടതാണ് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നതിനെ ഞാൻ നിരാകരിക്കുന്നുവെന്ന് വാദിക്കുക. അപ്പോൾ ഒരാൾ പറയാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഇസ്ലാം, അള്ളാഹുവിനെ ആരാധിക്കാനുള്ള മറ്റൊരു മാർഗ്ഗമാണ് ഇത്തരം മതങ്ങൾ എന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അത്തരം മതങ്ങളെ തക്ഫീർ, ആ മതങ്ങൾ ശരിയല്ല എന്ന് വാദിക്കുന്നില്ല, ആ മതങ്ങൾ കുഫ്റാണ് എന്ന് പറയുന്നില്ല. എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇസ്ലാമിൻ്റെ വൃത്തത്തിലല്ല എന്നുള്ളതാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്ന കാര്യം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ ഇവർ കാഫിറുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത്തരം പിഴച്ച വാദങ്ങൾ ഉള്ളവർ കാഫിറുകളാണ് എന്ന് അള്ളാഹു തന്നെ ഉണർത്തിയിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് ത്രിയേകത്വം പറയുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ, ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ. ത്രിയേകത്വവാദം പറയുന്ന ആളുകളെ കുറിച്ച് അള്ളാഹ് പറയാ അവർ കാഫിറുകളായിരിക്കുന്നു. അപ്പം നമ്മൾ പറയാ ഒരു കാഫിറാ നിനക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞതിനെതിരല്ല നമ്മൾ പറയണത്. അള്ളാഹു ജീവിതത്തിൽ വിശ്വസിക്കാൻ പറഞ്ഞ കാര്യത്തിനെതിരാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആ നിലപാട് ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ എന്നാണ് മൂന്നാമത് ഷേഖ് നമ്മോട് ഉണർത്തുന്നത്. ചില ആളുകളെങ്കിലും ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ പറയുന്ന ചില പിഴച്ചവാദങ്ങളിൽപ്പെട്ടതാണ് എല്ലാം സത്യത്തിലേക്കുള്ള പാതയാണ്, എല്ലാം ശരിയിലേക്കുള്ള പാതയാണ്. ഉദാഹരണം ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, ജൂതമതം, ഈ മൂന്ന് മതങ്ങളെയും കണക്ട് ചെയ്ത് പറയും ഇത് മൂന്നും ഒന്നല്ലെങ്കിൽ ഒരു നിലക്ക് ശരിയോടടുത്ത മതമാണ് എന്ന് പറയുന്ന ആളുകളെ കാണാൻ കഴിയും. ഇസ്ലാം അവിടെ പഠിപ്പിക്കുന്നത് ഇസ്ലാം മാത്രമാണ് ശരി എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകാര്യമായ മതം അത് ഇസ്ലാമാകുന്നു എന്നുള്ളതാണ്. അപ്പം ഇസ്ലാം അല്ലാത്ത മറ്റു ആദർശങ്ങളെ അത് ശരിയാണ് എന്ന് വാദിക്കുകയും അത് സത്യനിഷേധമാണ് എന്ന് പറയാതിരിക്കുകയും ചെയ്താൽ ഒരാൾ വഴിപ്പിഴവിലാണ് എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നാലാമത് ഒരു മനുഷ്യൻ്റെ ഇസ്ലാമിക ബോധത്തെ തകർത്ത് കളയുന്ന, ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് അവനെ പുറത്തു കടത്തുന്നൊരു കാര്യമാണ് ശൈഖ് ഉണർത്തുന്നു, മനിഅ്തഖദ അന്ന ഗൈറ ഹദിയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അക്മലു മിൻ ഹദിയി. ആരെങ്കിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയേക്കാൾ നല്ല ചര്യ മറ്റൊന്നാണ് എന്ന് വാദിച്ചാൽ, അതല്ലെങ്കിലോ ഔ അന്ന ഹുക്മ ഗൈരിഹി അഹ്സനു മിൻ ഹുക്മിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയത്തിൽ നടപ്പിലാക്കിയ വിധിയേക്കാൾ നല്ലത് ഇന്നാലിന്ന വിധിയാണ് എന്ന് വേറൊരു വിധിയെക്കുറിച്ചൊരാൾ വിശ്വസിച്ചാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖ് പറയാൻ ഫഹുവ കാഫിർ, അവൻ കാഫിറാണ് എന്നാണ്. എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു, താഗൂത്തുകളുടെ വിധികളെ ഇസ്ലാമിൻ്റെ വിധികളെക്കാൾ പ്രാമുഖ്യം നൽകുന്നത് ഇതിന് ഉദാഹരണമാണ് എന്ന് ഷെയ്ഖ് ഉണർത്തുന്നത് കാണാൻ കഴിയും. നമ്മളൊക്കെ പലപ്പോഴും ഖുതുബകളിൽ കേൾക്കുന്നൊരു വചനമുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബത്തുൽ ഹാജയുടെ ഭാഗം. എന്താണത്? അമ്മാ ബഅദു ഫഇന്ന അസ്ദഖൽ ഹദീസി കലാമുല്ലാഹ് വഖൈറൽ ഹുദാ ഹുദാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില റിപ്പോർട്ടിൽ വഖൈറുൽ ഹദീ ഹദിയു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു എന്നാൽ ഏറ്റവും നല്ല, ഏറ്റവും ശരിയായ ചര്യ എന്ന് പറയുന്നത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ് എന്നാണ്. അപ്പോൾ നമ്മളൊരാൾ വാദിക്കുകയാണ് അതിനേക്കാൾ നല്ലത് മറ്റൊന്നാണെന്ന് വാദിച്ചാൽ അവൻ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താൻ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തരുന്ന ചര്യ എന്ന് പറയുന്നത്, ഇസ്ലാമിക ദീന് എന്ന് പറയുന്നത് അത് റസൂലുള്ളാഹിയുടെ ഇച്ഛ കൊണ്ട് പറയുന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായ വഹീന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വകദാലിക ഔഹൈനാ ഇലൈക റൂഹൻ മിൻ അംരിനാ മാ കുൻത തദ്രി മൽ കിതാബു വലൽ ഈമാൻ വലാകിൻ ജഅൽനാഹു നൂറ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ അദ്ദേഹത്തിന് നമ്മുടെ കൽപ്പനയിൽ നിന്നൊരു ചൈതന്യം നൽകി എന്നാണ്. പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് ആ ഹുദ, സന്മാർഗം, അത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് ലഭിച്ചതാണ് എന്നാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സൂറത്തു നജ്മിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇച്ഛപ്രകാരം സംസാരിക്കുന്നവനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മതവിധി പറയുമ്പോൾ അത് വഹീന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുകയാണ്. എന്നിട്ട് നമ്മൾ വാദിക്കാൻ അതിനേക്കാൾ നല്ലത് ഇന്നാലിന്ന നിയമമാണ് എന്ന് വാദിച്ചാൽ, റസൂലുള്ളാഹിയുടെ ചര്യയേക്കാൾ നല്ലത് നമ്മൾ ഇന്ന് കാണുന്ന ഇന്നാലിന്ന നിയമങ്ങളാണ് എന്നൊരു മനുഷ്യൻ വാദിക്കുകയാണെങ്കിൽ
അവൻ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താണ് എന്നുള്ളതാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ ഗൗരവത്തിൽ നമ്മൾ നോക്കിക്കാണണം. അഞ്ചാമത് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഉണർത്തുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന അള്ളാഹു കൽപ്പിച്ച ദീനിൻ്റെ പാകത്തിൽ ഏതെങ്കിലും ഒന്നിനെ നമ്മൾ വെറുത്താൽ, അത് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചാന്ന് അറിഞ്ഞിട്ടും അള്ളാഹു കൽപ്പിച്ചാന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിനോടൊരു വെറുപ്പാണ് എങ്കിൽ അവൻ ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്താണ് എന്നാണ്. സത്യനിഷേധികളെ കുറിച്ച് സൂറത്ത് മുഹമ്മദിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിവരിക്കവേ പറയുന്നൊരു വാചകമുണ്ട്. അവരെന്തുകൊണ്ട് സത്യനിഷേധികളായി, അവർക്ക് എന്തുകൊണ്ട് നാശമുണ്ടായി? അള്ളാഹ് പറയാൻ സൂറത്ത് മുഹമ്മദിൻ്റെ 9-ാമത്തെ വചനം, ذَلِكَ بِأَنَّهُمْ كَرِهُوا مَا أَنزَلَ اللَّهُ فَأَحْبَطَ أَعْمَالَهُم. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു നൽകിയതിനെ അവർ വെറുത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അവരുടെ കർമ്മങ്ങളെ നിഷ്ഫലമാക്കി കളഞ്ഞുവെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. ദീനുൽ ഇസ്ലാമിലെ, ഇസ്ലാമിക ശരീഅത്തിലെ ഒരു നിയമത്തെ പോലും ഞാനും നിങ്ങളും വെറുത്തുകൂടാ. ഈ ബുഗ്ദ്, അതായത് ഇസ്ലാമിക നിയമങ്ങളെ വെറുക്കുക എന്ന് പറയുന്ന ഈ ഒരു കുഫറിൻ്റെ ഇനത്തെ പണ്ഡിതന്മാർ എണ്ണാറുള്ളത് നിഫാഖിൻ്റെ കൂടി ഭാഗമായ കുഫർ എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു മനുഷ്യൻ പുറത്ത് ഇബാദത്തൊക്കെ ചെയ്യുന്നുണ്ടാവും, പുറത്ത് പല ആരാധനാ കർമ്മങ്ങളും ചെയ്യുന്നുണ്ടാവും. പക്ഷേ അത് ചെയ്യുന്നതോടൊപ്പം ഇതെന്തിനാ ഇങ്ങനൊരു കൽപ്പന അള്ളാഹു കൽപ്പിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു ശരി എന്തിനാ നടപ്പിലാക്കിയത്, നഊദു ബില്ലാഹ് തുടങ്ങിയ ചിന്തകളായിരിക്കും അവൻ്റെ മനസ്സിലുണ്ടാവുക. അതിനെ മനസ്സിൽ വെറുത്തുകൊണ്ടൊരു കർമ്മം ചെയ്താൽ ആ വെറുപ്പ് അവൻ്റെ മനസ്സിലുണ്ടാകുന്നതോടുകൂടി തന്നെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അവൻ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താകുമെന്നുള്ളതാണ്. ഈ പറഞ്ഞതിനർത്ഥം ചില സമയത്ത് ചില ആരാധനകൾ ചെയ്യാൻ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന പ്രകൃതിപരമായൊരു മടുപ്പിനെയല്ല, പ്രകൃതിപരമായൊരു വെറുപ്പിനെയല്ല. ചിലപ്പോൾ ചില സമയത്ത് ബാങ്ക് കൊടുക്കുമ്പോൾ ഒന്ന് പള്ളിയിൽ പോകാൻ പറയുമ്പോൾ ചിലപ്പോൾ ഒരു മടി ഉണ്ടാവും. അപ്പോൾ അതൊരു വെറുപ്പല്ല, അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നുള്ളതല്ല. അത് ഒരു മനുഷ്യൻ്റെ ത്വബീഇയായ പ്രകൃതിയിലാലുണ്ടാകുന്നതാണ്. അതല്ല ഇവിടെ ഉദ്ദേശം. മറിച്ച് ഇസ്ലാമിക നിയമമാണ് എന്നറിഞ്ഞിട്ടും അതിനോടൊരു വെറുപ്പുണ്ടാകുന്നൊരു നിലപാട് ഒരാൾക്ക് ഉണ്ടാവുകയാണ് എങ്കിൽ അതാണ് ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലൂടെ എല്ലാ മെസ്സേജുകളും എല്ലാ റീലുകളും നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നൊരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ പല ആളുകളും ഇസ്ലാമിക വേഷങ്ങളെ വെറുക്കുന്ന ആളുകളെ കാണാൻ കഴിയും, ഇസ്ലാമികമായ ചിഹ്നങ്ങളെ വെറുക്കുന്ന ആളുകളെ കാണാൻ കഴിയും, താടിയെ വെറുക്കുന്ന ആളുകളെ കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച ചെറുതും വലുതുമായ നിയമങ്ങളെ വെറുക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ ഒരു പ്രശ്നം സംഭവിക്കുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൽപ്പിച്ചതാണ് ഏറ്റവും നല്ല ചര്യ എന്ന് മനസ്സിലാക്കി അതിനെ ഇഷ്ടപ്പെടുകയാണ് ഒരു വിശ്വാസി എന്ന നിലക്ക് ഞാനും നിങ്ങളും ചെയ്യേണ്ടത്. ആറാമത്, ഒരു മനുഷ്യൻ്റെ ഇസ്ലാമിനെ, മതത്തെ പൊളിച്ചു കളയുന്നൊരു കാര്യം ഇസ്ലാമിക നിയമങ്ങളെ പരിഹസിക്കലാണ്. മനിസ്തഹ്സഅ ബിശൈഇൻ മിൻ ദീനില്ലാ, അള്ളാഹുവിൻ്റെ മതത്തിൽപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തെ ഒരു മനുഷ്യൻ പരിഹസിച്ചാൽ, അതല്ലെങ്കിലോ ഇസ്ലാം പഠിപ്പിച്ചു തന്ന ഇന്നാലിന്ന പ്രതിഫലം എന്നതിനൊരാൾ പരിഹസിച്ചാൽ, ഇന്ന കർമ്മം ചെയ്താൽ ഇന്ന ശിക്ഷയുണ്ട് എന്നതിനൊരാൾ പരിഹസിച്ചാൽ, പണ്ഡിതന്മാർ പറയുന്നു അവിടെ തമാശയില്ല. അവന് തമാശക്ക് പരിഹസിച്ചതായാലും ശരി, അവൻ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത് കാണാൻ കഴിയും. പലപ്പോഴും പല ട്രോളുകളും കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെയൊക്കെ മുന്നിലേക്ക് വരുമ്പോൾ അതിനോടൊരു സപ്പോർട്ട് ചെയ്യുന്ന മെയിൻ്റാണ് നമുക്കുണ്ടാവുന്നത് എങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ നമ്മളും കടന്നു ചെല്ലുന്നുണ്ട്. ഇസ്ലാമിനെ പരിഹസിക്കുന്ന നിരവധി ചെറിയ ചെറിയ ക്ലിപ്പുകൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക നിയമങ്ങളെ, ഇസ്ലാമിലെ ഒരു നിയമത്തെയും ഒരു കാര്യത്തെയും ഒരു പ്രതിഫലത്തെയും ഒരു ഇന്നാലിന്ന ശിക്ഷയെയും ഒരു കാരണവശാലും പരിഹസിക്കുന്ന സാഹചര്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടായിക്കൂടാ. തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തുമായി യുദ്ധത്തിന് പോകുമ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന മുനാഫികളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, അവരിങ്ങനെ യാത്ര പോണതിനിടയിൽ ഇങ്ങനെ പറഞ്ഞൊരു വാക്കാൻ, മാ റഅയ്നാ മിസ്ല ഖുറാഇനാ ഹൗലാഇ അർഗബു ബുതൂനൻ വല അക്ദബു അൽസിനൻ വല അജ്മനു ഇൻദ ലിഖാ. ഈ ഖുർആൻ ഓതുന്ന, ഈ ഖിറാഅത്ത് ചെയ്യുന്ന ഈ പണ്ഡിതന്മാരെക്കാൾ, സ്വഹാബത്തിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കുറിച്ച് പറഞ്ഞതാണ്, ഇവരെക്കാൾ ഭക്ഷണത്തോട് താല്പര്യമുള്ള, ഇവരെക്കാൾ കളവ് പറയുന്ന, ഇവരെക്കാൾ യുദ്ധം ചെയ്യുമ്പോൾ പേടിത്തൊണ്ടന്മാരായ ഒരാളുകളെയും ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് ചില മുനാഫിക്കുകൾ പരസ്പരം പറയാൻ.
ഈ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തി. ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്ത് ഇറക്കി കൊടുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ഉണർത്തി, ഖുൽ അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹ്സിഊൻ ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും. റസൂലെ, താങ്കൾ പറഞ്ഞുകൊള്ളുക, അവരോട് ചോദിച്ചു കൊള്ളുക, അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ ആയത്തുകളെയും റസൂലിനെയുമാണോ അവർ പരിഹസിക്കുന്നത്? നിങ്ങൾ പരിഹസിക്കുന്നത്? നിങ്ങൾ ഒരു ഒഴിവ് കഴിവും പറയേണ്ടതില്ല, വിശ്വാസത്തിന് ശേഷം നിങ്ങൾ കുഫ്രിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് അവരോട് പറഞ്ഞുകൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുകയാണ്. ഈ ആയത്തിറങ്ങുന്നൊരു പശ്ചാത്തലത്തിൽ ഈ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു എന്നറിഞ്ഞപ്പോൾ ഇത് പറഞ്ഞ മുനാഫിഖുകൾ റസൂലിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അവർ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള ഒട്ടകത്തിൻ്റെ താഴെ നിന്നുകൊണ്ട് ആ ഒട്ടകത്തെ പിടിച്ചു നിർത്താൻ നോക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ പറയാൻ, നമ്മളിങ്ങനെ കെഞ്ചുക എന്ന് പറയില്ലേ, ചില പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ കെഞ്ചുക എന്ന് പറയില്ലേ, ആ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണം, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നമാ കുന്നാ നഖൂദു വ നൽഅബ്, ഞങ്ങൾ കളി പറഞ്ഞതാണ്, ഞങ്ങൾ തമാശ പറഞ്ഞതാണ്, ഞങ്ങൾ കാര്യത്തിൽ പറഞ്ഞതല്ല എന്ന് അവരിങ്ങനെ പറയാൻ. ആ സമയത്താണ് ഈ ആയത്തിറക്കിയത് എന്നാണ്. അതായത് നിങ്ങൾ ഒരു ഒഴിവ് കഴിവും പറയേണ്ടതില്ല, നിങ്ങൾ വിശ്വാസത്തിന് ശേഷം കുഫ്രിൽ അകപ്പെട്ടിരിക്കുന്നുവെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോൾ മതത്തിൻ്റെ ചിഹ്നങ്ങളെയും മതത്തിലെ നിയമങ്ങളെയും മതത്തിലെ വിധി വിലക്കുകളെയും പരിഹസിക്കുക എന്ന് പറയുന്നത് എത്ര ഗൗരവമുള്ളതാണ് എന്നല്ലേ ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ പരിഹസിക്കുന്ന ഒരു പ്രവണത നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ ഇസ്ലാമിക വൃത്തത്തിൻ്റെ പുറത്താണ് ഞാനും നിങ്ങളും എന്ന് മനസ്സിലാക്കണം. നഅൂദുബില്ലാ. അതുകൊണ്ട് അതിനെ നമ്മൾ ഏറെ ഗൗരവത്തോടുകൂടി കരുതിയിരിക്കണമെന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഏഴാമത് ഷെയ്ഖ് നമ്മോട് ഉണർത്തുന്നത് സിഹറിനെ സംബന്ധിച്ചാണ്. സിഹർ, മാരണം, സിഹർ ചെയ്യുന്ന പ്രവണത, അത് ഒരാൾ പ്രവർത്തിച്ചാൽ അവൻ കുഫ്രിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഉണർത്തുന്നുണ്ട്. സിഹറിന് യാഥാർത്ഥ്യമുണ്ട്. എന്നാൽ ആ സിഹർ ഒരാൾ ഏർപ്പെടുകയാണ് എങ്കിൽ, ആ സിഹർ ഒരാൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു അവൻ കുഫ്രിലാണ് എന്നാണ്. സിഹർ ഏർപ്പെട്ടാൽ മാത്രമല്ല, ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഉണർത്തുകയാണ്, ഫമൻ ഫഅലഹു ഔ റളിയ ബിഹി, ആരെങ്കിലും സിഹർ ചെയ്യുകയോ അല്ലെങ്കിൽ സിഹറിനെ തൃപ്തിപ്പെടുകയോ ചെയ്താൽ കഫറ, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തായി. എന്താണ് തെളിവ്? സൂറത്തു ബഖറയിലെ 102-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂലാ ഇന്നമാ നഹ്നു ഫിത്നതുൻ ഫലാ തക്ഫുർ. ആ രണ്ട് മലക്കുകൾ സിഹറുമായി ബന്ധപ്പെട്ട ആ സമൂഹത്തിനെ പഠിപ്പിക്കുമ്പോൾ അവരോട് പറഞ്ഞു കൊടുത്തൊരു വാചകം, ഇത് ഞങ്ങൾ പരീക്ഷണമാണ്, നിങ്ങൾ ഒരിക്കലും കുഫ്രിൽ അകപ്പെടരുത് എന്നായിരുന്നു എന്ന്. അതിനർത്ഥം എന്താ? ഇത് സിഹർ ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ കുഫ്രിൽ അകപ്പെടുമെന്നല്ലേ ഈ ആയത്ത് നമ്മെ ഉണർത്തുന്നത്. ഹാഫിദ് ഹക്കമി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ കുറിച്ച് പറയുന്നത്, ഒരു മനുഷ്യൻ അവൻ സിഹർ ചെയ്താൽ അവൻ കുഫ്രിലാകുമെന്നതിന് ഈ ആയത്തിൽ 7ഓളം തെളിവുകളുണ്ട് എന്നാണ്. അദ്ദേഹത്തിൻ്റെ മആരിജുൽ ഖബൂൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത് കാണാൻ പറ്റും. ഈ ഒറ്റ ആയത്തിൽ സൂറത്തു ബഖറയുടെ 102-ാമത്തെ ആയത്ത്, വത്തബഉമാത്തത്തിൽ ഷയാത്തീൻ എന്ന് തുടങ്ങുന്ന വലിയ ആയത്ത്, ആ ആയത്തിൽ തന്നെ ഒരാൾ സിഹർ ചെയ്താൽ അവൻ കുഫ്രിൽ അകപ്പെടുമെന്നതിന് 7ഓളം തെളിവുകളുണ്ട് എന്ന് ഷെയ്ഖ് ഹാഫിദ് ഹക്കമി റഹ്മത്തുള്ളാഹി അലൈഹി ഉണർത്തുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് സിഹറിനെ പ്രവർത്തിക്കുകയോ സിഹറിനെ തൃപ്തിപ്പെടുകയോ ചെയ്താൽ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് ആളുകൾ പുറത്തു പോകുമെന്നുള്ളതാണ് പണ്ഡിതന്മാർ നമ്മെ ഉണർത്തുന്നത്. അതുപോലെ 8ാമത് പണ്ഡിതന്മാർ പറയുന്നത് മുദാഹറത്തുൽ മുശ്രിക്കീൻ വ മുആവനതുഹും അലൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾക്കെതിരായിക്കൊണ്ട് സത്യനിഷേധികളെ, മുശ്രിക്കുകളെ സഹായിക്കുകയും അവർക്ക് മുസ്ലിങ്ങൾക്കെതിരായി സപ്പോർട്ട് നൽകുകയും ചെയ്താൽ അവൻ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താകുമെന്ന് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഉണർത്തുന്നത് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു മാഇദയുടെ 51-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞല്ലോ, വമൻ യതവല്ലഹും മിൻകും ഫഇന്നഹു മിൻഹും, ആരെങ്കിലും അവരിൽ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരെ ഉറ്റ മിത്രങ്ങളായി സ്വീകരിക്കുന്ന പക്ഷം അവർ, ആ സ്വീകരിക്കുന്ന ആളുകൾ അവരിൽപ്പെട്ടവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. അപ്പം അത്തരത്തിലൊരു തവല്ലി, അവരോടൊരു ബന്ധം സ്ഥാപിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ കുഫ്രിലേക്ക് എത്തിക്കുന്ന കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ എണ്ണിപ്പറയുന്നത് കാണാൻ കഴിയും. ഇവിടെ അബ്ദുർ റസാഖ്
അൽ ബദർ ഹഫിളഹുല്ല ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. തവല്ലിയും മുവാലാത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. മുവാലാത്ത് ഇവിടെ പിന്നീട് ചർച്ചയ്ക്ക് വരുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇസ്ലാമിൽ നിന്ന് ഒരാളെ പുറത്താക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു യുദ്ധമുണ്ടാകുമ്പോഴോ മറ്റുമൊക്കെ മുസ്ലിങ്ങൾക്കെതിരിൽ സത്യനിഷേധികളെ സഹായിക്കുക എന്ന് പറയുന്നത്. എന്നാൽ അതാണ് ഒരാളെ കുഫ്രിലേക്ക് എത്തിക്കുന്ന കാര്യം. എന്നാൽ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയോ മറ്റോ ഇത്തരം സത്യനിഷേധികളോട് ബന്ധം സ്ഥാപിക്കുന്നതിൻ്റെ വിധി അത് മറ്റു വിധിയാണ് എന്ന് ഷെയ്ഖ് ഉണർത്തുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് ഇത്തരത്തിൽ വിശ്വാസികൾക്കെതിരെ സത്യനിഷേധികൾക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ നിന്നൊരു മനുഷ്യനെ പുറത്തെത്തിക്കുന്ന കാര്യമാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ 9-ാമതായി ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഉണർത്തുന്നത്, ആരെങ്കിലും ഇസ്ലാമിക നിയമങ്ങൾ അവൻക്ക് ബാധകമല്ലാത്ത ചിലർ ഈ ലോകത്തുണ്ട് എന്ന് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താകുന്നതാണ്. അദ്ദേഹം പറയാൻ, മനി അഅ്തഖദ അന്ന ബഅദൻ നാസി ലാ യജിബു അലൈഹി ഇത്തിബാഉഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅന്നഹു യസഅഹു അൽ ഖുറൂജു മിൻ ശരീഅതിഹി കമാ വസിഅ അൽ ഖളിറു അൽ ഖുറൂജു മിൻ ശരീഅതി മൂസ അലൈഹി സലാം ഫഹുവ കാഫിർ. ആരെങ്കിലും ജനങ്ങളിൽ ചില ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ ബാധ്യസ്ഥരല്ലാത്ത ആളുകളാണ് എന്ന് വിശ്വസിക്കുകയും അവർ ആ ആളുകൾക്ക് മൂസാ നബി അലൈഹിസ്സലാമയുടെ ശരീഅത്തിലല്ലല്ലോ ഖിദർ നബി അലൈഹിസ്സലാം ജീവിച്ചത്, അതുപോലെ ഇസ്ലാമിൻ്റെ ഉള്ളിൽ ഇസ്ലാമിക ശരീഅത്തിൽ ജീവിക്കേണ്ട ആളുകളല്ലാത്തവരാണ് ചില ആളുകളെന്ന് വിശ്വസിച്ചാൽ, അങ്ങനത്തെ ഒരു നിലപാട് ഒരാൾ പറഞ്ഞാൽ അവൻ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്നാൻ. നമ്മളൊക്കെ നാട്ടിൽ ചില ആളുകൾ പറയുന്നത് കാണാൻ പറ്റും, ചില ദർജ എത്തിയാൽ, ജീവിതത്തിൽ ഇബാദത്തൊക്കെ ചെയ്ത് ചില ദർജയ്ക്ക് എത്തിയാൽ പിന്നെ ഇസ്ലാമിക നിയമങ്ങൾ അവർക്ക് ബാധകമല്ല, പിന്നെ അവർക്ക് നോമ്പ് നോക്കേണ്ട ആവശ്യമില്ല, പിന്നെ അവർക്ക് നിസ്കരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഹറാമായ പലതും അവർക്ക് ഹലാലാകുമെന്നൊക്കെ ചില ആളുകൾ വാദിക്കുന്നത് കാണാൻ കഴിയും. അങ്ങനത്തെ വാദം നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് അവന് പുറത്താണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ലോകർക്ക് മുഴുവനുള്ള പ്രവാചകൻ എന്നാണ്. ലോകർക്ക് മുഴുവനുള്ള പ്രവാചകൻ എന്നാണ്. ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. റസൂലെ താങ്കൾ പറയുക, ജനങ്ങളെ ഞാൻ നിങ്ങളിൽ എല്ലാവരിലേക്കുമുള്ള പ്രവാചകനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അഅറാഫിൻ്റെ 158-ാമത്തെ വചനത്തിൽ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പം എന്നിട്ട് ഒരാൾ വാദിക്കാൻ, ചില ആളുകൾക്ക് ഇസ്ലാമിക ശരീഅത്ത് ബാധകമല്ല എന്ന് പറയുമ്പോൾ അവൻ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കാൻ പറഞ്ഞ കൽപ്പനയ്ക്കെതിരല്ല വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് അവൻ പുറത്തു പോകുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഒരു ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മൂസാ നബി അലൈഹിസ്സലാം എങ്ങാനും ഇനി ജീവിക്കുകയാണ് എങ്കിൽ, റസൂലുള്ളാഹി പറയാ, ലൗ കാന മൂസ ഹയ്യൻ, മൂസ അലൈഹിസ്സലാം എങ്ങാനും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ മാ വസിഅഹു ഇല്ല തിബാഇ, ആ മൂസാ നബിക്കും എന്നെ പിൻപറ്റുക എന്നതല്ലാത്ത ഒരു മാർഗം ഉണ്ടാകുമായിരുന്നില്ല എന്ന്. അപ്പോൾ എല്ലാ എല്ലാ മനുഷ്യരിലേക്കുമുള്ള ശരീഅത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത്. അപ്പോൾ ഒരാളിഞ്ഞ് വാദിക്കാൻ, ചില ആളുകൾക്ക് അതിൽ നിന്ന് പുറത്ത് ജീവിക്കാം, ആ നിയമം അവനക്ക് ബാധകമല്ല എന്ന് ഒരാൾ വിശ്വസിക്കുമ്പോൾ തന്നെ ആ വിശ്വാസം അവനെ കുഫ്രിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച് തരുന്നത് കാണാൻ കഴിയും. ഇതിന് ചില ആളുകൾ ഈ ഒരു വാദത്തിന് പലരും തെളിവായി പറയാറുള്ളത്, മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ട് പോലും ഖിദർ നബി അലൈഹിസ്സലാമക്ക് മറ്റൊരു ശരീഅത്തല്ലേ എന്നുള്ളതാണ്. നമ്മളോട് മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരുടെ ഒരു രൂപം, രീതി എന്ന് പറയുന്നത് അവരുടെ സമൂഹത്തിലേക്ക് അവരെ പ്രവാചകന്മാരായി നിയോഗിക്കുക എന്നുള്ളതാണ്. അവരേത് സമൂഹത്തിലേക്കാണോ കടന്നു വരുന്നത് ആ സമൂഹത്തിലേക്ക് അവരെ പ്രവാചകന്മാരായി നിയോഗിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ലോകത്തിലെ മുഴുവൻ ജനതയിലേക്കുള്ള പ്രവാചകന്മാരല്ല. അതുകൊണ്ട് തന്നെ എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കടന്നു വരവോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മനുഷ്യരേക്കുള്ള പ്രവാചകനാണ്. അതുകൊണ്ട് ഇനി ഏതൊരു മനുഷ്യനും ഏത് രാജ്യത്ത്, ഏത് നാട്ടിൽ, ഏത് ഭാഷ സംസാരിച്ച് ജീവിക്കുന്ന ആളായാലും ശരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിനെ പിൻപറ്റുക എന്നത് ബാധ്യതയാണ്. അതുകൊണ്ട് ഖിദർ നബി അലൈഹിസ്സലാമയുടെയും മൂസാ നബിയുടെയും സംഭവം പറഞ്ഞ് ഈ വാദത്തിന് തെളിവ് പിടിക്കുക എന്നത് ശരിയല്ല എന്ന് പണ്ഡിതന്മാർ ഉണർത്തി വെക്കുന്നത് കാണാൻ കഴിയും. അവസാനമായി ഒരാളെ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു കടത്തുന്ന കാര്യമായി 10-ാമതായി ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി എണ്ണുന്നത് ദീനിനെ പരിപൂർണമായി അവഗണിച്ച് കളയുക എന്നാൽ, അൽ ഇറാദു അൻ ദീനില്ല, മതത്തിനെ
പരിപൂർണമായി അവഗണിച്ച് കളയുക. പണ്ഡിതന്മാർ അതിനെ കുഫ്റുൽ ഇഅ്റാദ് എന്നാണ് പറയാറ്. അവഗണിച്ച് കളയുന്നത് മൂലമുണ്ടാകുന്ന കുഫ്ർ എന്നാണ് പണ്ഡിതന്മാർ അതിനെ പറയുന്നത്. എങ്ങനെയാണത്? ലാ യതഅല്ലമുഹും, അതൊന്നും പഠിക്കൂല. വലാ യഅമലു ബിഹി, മതത്തിൽ ഒരു നിയമം ഓരോ ജീവിതത്തിലും പാലിക്കൂല. ഞാൻ മുസ്ലിമാണോ ചോദിച്ചാൽ എൻ്റെ പേരുകൊണ്ട് മുസ്ലിമാണ്, എന്നാൽ ജീവിതത്തിൽ ഇസ്ലാമില്ല. അവൻ ഇസ്ലാമികമായൊരു നിയമം പോലും പഠിക്കാൻ തയ്യാറല്ല. അതിനെ കേവലം ഒരു സർട്ടിഫിക്കറ്റിലെ നാമം മാത്രമായി ഒതുക്കുന്ന രൂപത്തിൽ ഇസ്ലാമിനെ അവഗണിച്ച് കളയുക എന്ന് പറയുന്നത് ആളുകളെ ഇസ്ലാമിൽ നിന്ന് പുറത്തെത്തിക്കുന്ന കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ വിവരിച്ചു തരുന്നത് കാണാൻ കഴിയും. ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ഏറെ പേടിക്കേണ്ടുന്ന ഒന്നാണ്. പലപ്പോഴും ഇസ്ലാമിക വിശ്വാസത്തെക്കുറിച്ചും ഇസ്ലാമിക വിധിവിലക്കുകളെക്കുറിച്ചും പഠിക്കുന്നതിൽ നിന്ന് ആളുകൾ വളരെ അവഗണന കാണിക്കുന്നത് കാണാൻ പറ്റും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ചില ആളുകൾക്ക് അടിസ്ഥാനപരമായ നിയമങ്ങൾ പോലും അറിയില്ല. ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും അറിയാതെ അതുപോലും പഠിക്കാനുള്ള സമയം കണ്ടെത്താതെ അവഗണിച്ച് കളയുന്ന ആളുകളെ സമൂഹത്തിൽ കാണാൻ കഴിയും. അതിനെ ഗൗരവത്തിലാണ് പണ്ഡിതന്മാർ കണ്ടിട്ടുള്ളത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ 10 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ശിർക്ക് ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. അതിന് അള്ളാഹുവിലേക്ക് ഇടനിലക്കാരെ വെക്കാനുള്ള ന്യായം പറഞ്ഞുകൊണ്ട് പോലും ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയേക്കാൾ നല്ലത് മറ്റൊരു ചര്യയാണ് എന്ന വിശ്വാസം ഒരിക്കലും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായിക്കൂടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്ന ഒരു വിധിയേക്കാൾ നല്ലത് ഇന്നാലിന്ന വിധിയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും നമ്മിൽ ഉണ്ടായിക്കൂടാ. അതുപോലെ ഇസ്ലാമിലൊരു നിയമത്തെ വെറുക്കുന്ന ഒരു സാഹചര്യം, ഇസ്ലാമിലുള്ള ഇന്ന കൽപ്പന അത് ശരിയല്ല, അതിനെ എനിക്ക് വെറുപ്പാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും നമുക്കുണ്ടായിക്കൂടാ. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പഠിപ്പിച്ചതുപോലെ ഇസ്ലാമിനെ പരിഹസിക്കുന്ന സാഹചര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. സിഹർ അത് പ്രവർത്തിക്കുകയോ അതിനെ തൃപ്തിപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിക്കൂടാ. വിശ്വാസികൾക്കെതിരെ സത്യനിഷേധികളെ സഹായിക്കുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. അതുപോലെ ഇസ്ലാമിൻ്റെ പുറത്ത് ചില ആളുകൾക്ക് ജീവിക്കാനുള്ള അനുവാദമുണ്ട് എന്ന് വാദിക്കുന്ന സാഹചര്യവും നമ്മിലുണ്ടായിക്കൂടാ. അവസാനം പറഞ്ഞതുപോലെ പരിപൂർണമായി ദീനിനെ ശ്രദ്ധിക്കാതെ അവഗണിച്ച് കളയുന്ന സാഹചര്യവും നമ്മിലുണ്ടായിക്കൂടാ. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഇസ്ലാമിക വൃത്തത്തിൽ നമ്മൾ പുറത്തു പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനെ ഗൗരവത്തോടു കൂടി നമ്മൾ നോക്കിക്കാണുക. ഈ വിഷയത്തിൽ ഷെയ്ഖ് കിതാബ് അവസാനിപ്പിക്കുമ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ തമാശയ്ക്ക് ചെയ്തതാണ്, ഞാൻ കാര്യത്തിൽ ചെയ്തതാണ് എന്നതൊന്നും തമ്മിൽ ഈ വിഷയത്തിൽ വ്യത്യാസമില്ല എന്ന്. ഈ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതിൽ തമാശക്കും കാര്യത്തിനും ഇടയിൽ ഒരു വ്യത്യാസമില്ല എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ തമാശക്ക് പറഞ്ഞതാണ്, ഞാൻ തമാശക്ക് അങ്ങനത്തെ നിലപാടെടുത്താണ് എന്നതൊന്നും ഈ വിഷയത്തിൽ നമുക്ക് ന്യായമായി പറയാൻ കഴിയുകയില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നത് കാണാൻ കഴിയും. എന്നിട്ട് നമ്മൾ ഈ വിഷയത്തിൻ്റെ ഒരു അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശിർക്ക് ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനെയും ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്ത് പോകുന്ന പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെയും ഏറെ ഗൗരവത്തോടുകൂടി ഞാൻ നിങ്ങൾ നോക്കിക്കാണണം. നമുക്ക് ചിലപ്പോഴെങ്കിലും തോന്നുന്നുണ്ടാവും, നമ്മളൊക്കെ ഇപ്പോൾ തൗഹീദുള്ള ആളുകളല്ലേ, വിശ്വാസത്തിലുള്ള ആളുകളല്ലേ, നമ്മളെന്തിനാണ് ഇപ്പോൾ ഈ വിഷയമൊക്കെ പഠിക്കണം, നമ്മളിപ്പോൾ എന്തിനാ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മളെന്തിനാണ് ചർച്ച ചെയ്യണത്, നമ്മളിപ്പോൾ അങ്ങനെ അള്ളാഹിനെ ആരായിച്ച് ഇങ്ങനെ പോകുന്നതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കില്ലല്ലോ എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആരാ ഇബ്രാഹിം നബി? വിഗ്രഹം നിർമ്മിക്കുന്ന ഒരു വീട്ടിൽ വളർന്നിട്ട് അതിനെ എതിർത്ത് വന്നൊരു പ്രവാചകനാണ്. സ്വന്തം പിതാവിനെ വിഗ്രഹാരാധനയ്ക്കെതിരെ പിതാവിനോട് സംസാരിച്ചൊരു പ്രവാചകന്. ആ പ്രവാചകന്റെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വജ്നുബിനി വബനിയ അൻ നഅബുദൽ അസ്നാം. അല്ലാഹുവേ, എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് നീ അകറ്റണേ. ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നിടത്ത് ഇബ്രാഹിം തൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് നിർഭയത്വം കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്കാ നിർഭയത്വം കിട്ടാന്ന്. അതുകൊണ്ട് ഇത്തരം മതത്തെ പൊളിച്ചു കളയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് അതീവ ജാഗ്രത നമുക്കുണ്ടാവണം. നമ്മുടെ വാക്കുകളും പ്രവർത്തികളും സൂക്ഷിച്ചു കൊണ്ടായിരിക്കണം. ഹൃദയത്തിലെ വിശ്വാസങ്ങളും ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിലാകാൻ നമ്മൾ പ്രയത്നിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധികരിപ്പിച്ചിരുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, റബ്ബനാ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പ്രാർത്ഥിച്ചിരുന്നുവെന്ന് ഹദീസുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രാർത്ഥന. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, നിന്റെ ദീനിൽ ഞങ്ങൾ ഉറപ്പിച്ചു നിർത്തണേ. നമ്മുടെ നാവുകളിൽ സദാ ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണ്. പരിശുദ്ധ ഖുർആനിൽ വിശ്വാസികളുടെ പ്രാർത്ഥനയായി പഠിപ്പിച്ചു, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുവേ, ഹിദായത്ത് നൽകിയതിന് ശേഷം ഇസ്ലാമിൽ നിന്ന് ഞങ്ങളെ തെറ്റിക്കരുതേ എന്ന് വിശ്വാസികൾ പ്രാർത്ഥിക്കുമെന്നാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കുകയും അതുപോലെ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി അള്ളാഹുവോട് സദാ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സാഹചര്യം നമുക്കുണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണം വരെ ദീനിൽ നിലനിൽക്കാനും മുസ്ലിമായിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാനുമുള്ള തൗഫീക്ക് നമുക്കൊക്കെ നൽകുമാറാവട്ടെ. നമുക്ക് ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാവിധ തിന്മകളും ഗഫൂറായ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ അസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.